ഫുക്കറ്റിൽ ലാൻഡിംഗിനിടെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ ചക്രം പൊട്ടിത്തെറിച്ചു. 133 യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഹൈദരാബാദിൽ നിന്ന് തായ്ലൻഡിലെ ഫുക്കറ്റിലേക്ക് പോയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ലാൻഡിംഗിനിടെ അപകടത്തിൽപ്പെട്ടു. വിമാനത്തിന്റെ മുൻചക്രം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് റൺവേയിലൂടെ വിമാനം നിരങ്ങി നീങ്ങിയെങ്കിലും വൻ ദുരന്തം ഒഴിവായി. ബുധനാഴ്ച രാവിലെ, അതായത് ഇന്ന് രാവിലെ 11:55ഓടെയായിരുന്നു സംഭവം. വിമാനത്തിലുണ്ടായിരുന്ന 133 യാത്രക്കാരും സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു. ബോയിംഗ് 737 മാക്സ് 8 വിഭാഗത്തിൽപ്പെട്ട വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ഫുക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനിടെ മുൻചക്രം തകരുകയും വിമാനത്തിന്റെ നിയന്ത്രണം ഭാഗികമായി നഷ്ടമാവുകയുമായിരുന്നു. തകർന്ന ചക്രത്തിന്റെ ഭാഗങ്ങൾ റൺവേയിൽ ചിതറിക്കിടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വിമാനത്തിന്റെ ഭാരം താങ്ങുന്നതിനും ദിശ നിയന്ത്രിക്കുന്നതിനും നിർണായകമായ മുൻചക്രം തകരാറിലായത് അതീവ ഗൗരവത്തോടെയാണ് ഏവിയേഷൻ വിദഗ്ധർ കാണുന്നത്. അപകടത്തെ തുടർന്ന് വിമാനത്താവളത്തിൽ അടിയന്തര സുരക്ഷാ സംഘം സജ്ജമായി. വിമാനം നിശ്ചലമായ ഉടൻ തന്നെ യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിച്ചു. പ്രത്യേക കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് മാറ്റി. തകരാറിലായ വിമാനം റൺവേയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനും സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കുന്നതിനുമായി വൈകുന്നേരം 6 മണി വരെ വിമാനത്താവളത്തിലെ റൺവേ അടച്ചിട്ടു. സംഭവത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ഔദ്യോഗികമായി പ്രതികരിച്ചു. ലാൻഡിംഗ് സമയത്തുണ്ടായ സാങ്കേതിക തകരാറാണെന്നും ജീവനക്കാർ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചതായും കമ്പനി അറിയിച്ചു. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സഹകരിച്ച വിമാനത്താവള അധികൃതർക്കും ജീവനക്കാർക്കും കമ്പനി നന്ദി രേഖപ്പെടുത്തി. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.